ദേശീയപാത തകർന്നതിൽ പ്രതിഷേധിച്ച് നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. തൃശ്ശൂരിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ വിവരങ്ങളുമായുണ്ട്. സൂരജ്, ഈ കെ രാധാകൃഷ്ണൻ എംപിയുടെ വസതിയിലേക്കുള്ള ഈ മാർച്ച്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് മറ്റ് പ്രതിഷേധ മാർച്ചിൻ്റെ മറ്റ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ കെ രാധാകൃഷ്ണൻ എംപിയെ പ്രതി ചേർത്ത പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് MP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. കെ രാധാകൃഷ്ണൻ MP സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു MPയുടെ ചേലക്കരയിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. മാർച്ച് ഈ ഓഫീസിന് സമീപത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ച് മുന്നേറാൻ ശ്രമിച്ചെങ്കിലും മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചിരിക്കുകയാണ്. AICC അംഗം അനിലക്കര അല്പസമയത്തിനകം ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. കെ രാധാകൃഷ്ണൻ പ്രതി ചേർത്ത പശ്ചാത്തലത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേസിൽ പ്രതികളായിട്ടുള്ള ജനപ്രതിനിധികളുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ശക്തമാക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് MP ഓഫീസിലേക്കുള്ള മാർച്ച്. എന്തായാലും മാർച്ച് നിലവിൽ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ, മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചതിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ പേര് ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എംപിയുടെ വസതിയിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. ഇക്കാര്യത്തിൽ രാധാകൃഷ്ണൻ MP പദവി രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ മാർച്ച്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു ഇപ്പോൾ നൽകിയത്.